Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? So in the last class we discussed about refractive index of two different pair of media. Refractive index is equal to speed of light divided by speed of light in that media. Speed of light in air divided by speed of light in that media. Okay, let's start today's class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. Okay, in the last class we studied about refractive index of glass and water as glass in refractive index 1.5 water in refractive index 1.33 ആണ്. അതിന് നമ്മളുടെ റേഷ്യോ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത് 4/3 3/2 ആണ്. അത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിരിക്കുകയാണ്. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2 എന്ന് പറയുന്ന റേഷ്യോയും വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 ആണ്. അത് നിങ്ങളൊന്ന് മാറ്റി എഴുതിയേക്കുക. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി സ്റ്റഡീഡ് അബൌട്ട് placing a coin in the opaque glass, opaque object അല്ലേ, ഒരു ഒപ്പേക്ക് വെസലിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു കോയിൻ പ്ലേസ് ചെയ്തു. എന്നിട്ട് നമുക്ക് കാണുന്നത് ആ കോയിൻ്റെ പ്ലേസ് ഷിഫ്റ്റ് ആയി കണ്ടു അല്ലേ. അപ്പോൾ സോ ടെൽ മീ സം എക്സാമ്പിൾസ് ഫോർ റിഫ്രാക്ഷൻ, റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഫോർ റിഫ്രാക്ഷൻ. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാം. നമ്മളിപ്പം എർത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി സൺ റൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഹൊറൈസൺ ഇതാണ്. സൺ ഇവിടെയാണ്, നമ്മൾക്ക് സൺ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ സൺ ഇവിടെയായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. ശരിക്കും സൺ ഇവിടെയാണ് എങ്കിൽ നമുക്ക് സൺ ഇവിടെ നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. ഇതൊരു എക്സാമ്പിൾ ഓഫ് റിഫ്രാക്ഷനാണ്. അതേപോലെ സൺ സെറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും സൺ അവിടെ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും സൺ അവിടെ നിൽക്കുന്നതായിട്ട് തോന്നും. ഓക്കെ, അത് സൺ റൈസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ വെൻ ഇറ്റ് ഫോൾസ് ബിലോ ദ ഹൊറൈസൺ വി സീ ദ സൺ. വെൻ ഇറ്റ് ഫോൾസ് ബിലോ ദ ഹൊറൈസൺ വി സീ ദ സൺ. ആ വെർജിൽ നമുക്ക് കടലിൻ്റെ തീരത്ത് നമ്മൾ കാണില്ലേ സണ്ണിനെ. നമ്മളിപ്പം കടലിൻ്റെ തീരത്ത് നമ്മൾ സണ്ണിനെ കാണുമ്പോൾ സൺ ആക്ച്വലി അവിടെയല്ല, സൺ താഴെയാണ്. ഓക്കെ, സൺ ആക്ച്വലി അതിൻ്റെ താഴെയാണ്, നമുക്ക് അവിടെയായിട്ട് കാണുന്നത് റിഫ്രാക്ഷൻ കൊണ്ടാണ്. ഇതേപോലെ വേറൊരു എക്സാമ്പിളാണ്, ഒരു ക്വിക്ക് എക്സാമ്പിൾ. സ്റ്റാർസ് ഉണ്ടല്ലോ. അപ്പോൾ സ്റ്റാറിൽ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ലൈനാണ്, ഒരാൾ നോക്കുകയാണ്, മാൻ ഈസ് വാച്ചിങ് ദ സ്റ്റാർ. ബട്ട് ആക്ച്വലി ദ സ്റ്റാർസ് പൊസിഷനിൽ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടത്തില്ല. സ്റ്റാറിൽ നിന്ന് നമ്മൾ ലൈറ്റ് റേസ് സ്ട്രെയിറ്റ് ആയിട്ട് വരത്തില്ല, റിഫ്രാക്റ്റ് ചെയ്ത് ബെൻഡ് ചെയ്തേ വരത്തുള്ളൂ. അപ്പോൾ ആക്ച്വൽ പൊസിഷനിൽ നിന്ന് നമുക്ക് കുറച്ച് മാറിയേ സ്റ്റാറിന് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, ബിക്കോസ് ഓഫ് റിഫ്രാക്ഷൻ മാത്രമല്ല, ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പാരൻറ്റ് പൊസിഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. റിയൽ സ്റ്റാർ ഇരിക്കുന്നത് റിയൽ സ്റ്റാർ ട്വിങ്ക്ലിംഗ് അല്ല, പക്ഷേ സ്റ്റാറിൻ്റെ പൊസിഷൻ മാറ്റിയും തിരിച്ചും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് നമ്മളത് ട്വിങ്ക്ലിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. വൈ? ബിക്കോസ് ഈ വിൻഡിൻ്റെ പ്രഭാവം മൂലവും അതേപോലെ ലൈറ്റ് റേസ് റിഫ്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടും ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറി മാറി വിൻഡും കറൻസും ഒക്കെ ഒരുപാട് കാണും അല്ലേ. അത്രയും ദൂരത്തു നിന്ന് നമ്മൾ ലൈറ്റ് റേസ് ട്രാവൽ ചെയ്ത് നമ്മുടെ കണ്ണിലെത്തല്ലേ. അപ്പം ആ സമയം കൊണ്ട് തന്നെ അപ്പാരൻറ്റ് പൊസിഷൻസ് മാറിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ്? അപ്പോൾ അപ്പാരൻറ്റ് പൊസിഷൻസ് മാറുമ്പോൾ നമുക്ക് ട്വിങ്ക്ലിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ സ്റ്റാറിൻ്റെ ട്വിങ്ക്ലിങ് റിഫ്രാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ദെൻ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ആക്ച്വൽ ലെങ്ത് ആണോ, നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ ആക്ച്വൽ ഡെപ്ത്ത് 3 മീറ്റർ ആണെങ്കിൽ നമുക്കത് 1.5 മീറ്റർ ആയിട്ടേ തോന്നത്തുള്ളൂ, ഷാലോവർ ആയിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ബോട്ടം ലെവലുണ്ടല്ലോ, ഈ ബോട്ടം ലെവലിനെ റൈസ് ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ലൈക്ക് ദ കോയിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തതുപോലെ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ബോട്ടം പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. അതേപോലെ വേറെ ഒരു എക്സാമ്പിൾ, ടോട്ടൽ റിഫ്രാക്ഷൻ്റെ വേറൊരു എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പം സ്പിയർ ഹെഡ് ഉപയോഗിച്ച് നമ്മളൊരു ഫിഷിനെ പിടിക്കുകയാണെന്ന് വിചാരിച്ചോ. യൂസിങ് എ സ്പിയർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആയുധമാണ്. ഇപ്പോൾ ഫിഷ് ആക്ച്വലി ഇരിക്കുന്നത് ഇവിടെയാണ്.
ഓക്കെ. പക്ഷേ ഫിഷിൻ്റെ അപ്പാരൻ്റ് പൊസിഷൻ ഇതായിരിക്കും. ഫിഷിൻ്റെ അപ്പാരൻ്റ് പൊസിഷൻ വേറെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് വേണം? എയിം അറ്റ് ബിലോ ദ പൊസിഷൻ വി സി. നമ്മൾ കാണുന്ന ഫിഷിൻ്റെ പൊസിഷനേക്കാളും കുറച്ചും കൂടെ താഴെയായിരിക്കും ആക്ച്വലി ഫിഷ് ഇരിക്കുന്നത്. അപ്പോൾ സ്പിയർ ഹെഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ കുറച്ചും കൂടെ താഴെ വെച്ചിട്ട് എയിം ചെയ്താലേ ഫിഷിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഈസ് ഓൾസോ ആൻ ആപ്ലിക്കേഷൻ ഫോർ റിഫ്രാക്ഷൻ. ഓക്കെ. ക്വിക്ക്ലി നമ്മളതെല്ലാം പറഞ്ഞു തീർത്തു. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു ഫിഷ് ടാങ്ക്. ഫിഷ് ടാങ്കിൽ നമ്മൾ ഒരു ഇതെടുക്കുകയാണ്, എന്താ പറയുന്നത്, പിക്ചേഴ്സും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഫിഷ് ടാങ്കിനെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുകയാണ്. ഓക്കെ. സ്റ്റോൺസും അതേപോലെ ഇതേപോലത്തെ കുറേ പ്ലാന്റ്സും ഒക്കെ. ഓക്കെ. ഇഫ് ഐ എം വാച്ചിങ് ദ fish tank from one position, I can see the image of this position at this layer. ഈ ടോപ്പ് ലെയറിൽ എനിക്ക് ഇതിൻ്റെ ഈ താഴത്തതിൻ്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ് അത് കാണാൻ പറ്റുന്നത്? താഴെ നിന്ന് ഞാനൊരു പൊസിഷനിൽ നിന്ന് ഞാൻ മേളിലോട്ട് നോക്കിയാൽ ഇതിൻ്റെ റിഫ്ലക്ഷൻ എനിക്ക് മേളിൽ കാണാൻ പറ്റും, താഴത്തേൻ്റെ റിഫ്ലക്ഷൻ. അതെന്തുകൊണ്ടാണ്? This is because of total internal reflection. Process of total internal reflection. Total internal reflection എഴുതിക്കോ. Total internal reflection എന്ന് പറയുന്നത് എന്താണ്? When a light travel from a denser medium to a rarer medium, such that the incident ray is greater than the critical angle. ഈ ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് പറഞ്ഞാൽ ഡെൻസർ മീഡിയം ഗ്ലാസ് ആണ്. ഓക്കെ. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയമായ എയറിലോട്ട് നമ്മൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുകയാണ്. സപ്പോസ് ഈ ഇൻസിഡൻറ്റ് റേ, ഇവിടെ കൊടുത്ത ഇൻസിഡൻറ്റ് റേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് അവസാനം ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് റേക്ക് റിഫ്ലക്റ്റ് ചെയ്തത് 90 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. റിഫ്ലക്റ്റ് ചെയ്ത റേ 90 ഡിഗ്രി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചോ. ആ സമയത്ത് 90 ഡിഗ്രി വരുന്ന സമയം എത്രയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? അതിനെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കും. വെൻ എവർ ദ റിഫ്രാക്റ്റഡ് ആംഗിൾ ഈസ് 90 ഡിഗ്രി, then that angle of incidence will be called as critical angle. എപ്പോഴാണ് റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രി ആവുന്നത്? ആ ഒരു സമയത്തെ ഇൻസിഡൻറ്റ് റേ നമ്മൾ മെഷർ ചെയ്ത് നോക്കിയാൽ എന്നിട്ട് അതിനെ വിളിക്കുന്ന പേരായിരിക്കും ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഓരോ മീഡിയത്തിനും ഓരോ ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ട്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഗ്രേറ്ററായിട്ട്, ഇപ്പോൾ സപ്പോസ് ഇത് 28 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. 28 ഡിഗ്രിയാണ് ക്രിട്ടിക്കൽ ആംഗിൾ. 28 ഡിഗ്രിയിൽ നമ്മൾ ഇൻസിഡൻറ്റ് റേ ഫോളോ ചെയ്താൽ 90 ഡിഗ്രിയിലായിരിക്കും റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ 28 കഴിഞ്ഞ് 29 ഡിഗ്രി 30 ഡിഗ്രിയൊക്കെ ഇൻസിഡൻറ്റ് റേ കൊടുത്താൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ, ഇത് ഗ്ലാസ് ആണ്. ഇൻസിഡൻറ്റ് റേ ഈസ് 45 ഡിഗ്രി, ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ഇറ്റ് റിഫ്ലെക്ട്സ് ബാക്ക് ടു ദ സെയിം മീഡിയം. When angle of incidence is greater than critical angle and the light is passing from a denser medium to a rarer medium, optically denser medium to an optically rarer medium, then the refracted ray will not happen, reflected ray will happen. The ray will get reflected to the same medium. The ray will get reflected to the same medium. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ഡെഫിനിഷൻ എഴുതാം. When a ray of light passes from a medium of higher optical density to a medium of lower optical density at an angle of incidence
greater than the critical angle, the ray is reflected back to the same medium without undergoing refraction. Refraction സംഭവിക്കാതെ reflection സംഭവിക്കുന്നു. This phenomenon is known as total internal reflection. Very important ആണ്. അപ്പം ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ റേ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇങ്ങനെ ഇരിക്കും. ടോട്ടലി ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. ക്യാൻ യു ഐഡൻറ്റിഫൈ നോർമൽ റേ 48.6 water air ഇത് കണ്ടാൽ എന്താ മനസ്സിലാവുന്നത്? റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രി ആയിട്ടാണ് മാറിയത് അല്ലേ, റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ എന്ത് സംഭവിച്ചു? 48.6 ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ. So from this ray diagram we can understand that critical angle of water is 48.6 അല്ലേ. അതേപോലെ എയറും ഗ്ലാസും തമ്മിലുള്ളൊരു ഫിഗറും ഉണ്ട്. ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഗ്ലാസ് ടു എയർ 55 ഡിഗ്രിയാണ് ഇതിൻ്റെ, 55 അല്ല 42 ഡിഗ്രിയാണ്. 42 ഡിഗ്രിയാണ് ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അത് നേരെ 90 ഡിഗ്രിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ സോ ദിസ് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്. എന്താണ്? 42 ഡിഗ്രി ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്. അപ്പം ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കുന്ന റേ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഹൗ the incident ray must be in such a way that the refracted ray is 90 degree to the normal. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും എന്ത്? അത് ക്രിട്ടിക്കൽ ആംഗിളാണ്. ആ ഇൻസിഡൻറ്റ് റേ ഉണ്ടാക്കുന്ന ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളാണ്. അതിൽ കൂടുതൽ നമ്മൾ ഇൻസിഡൻറ്റ് റേ അതിൽ കൂടുതൽ ആംഗിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആംഗിൾ റിഫ്രാക്റ്റ് ചെയ്യില്ല. അത് ആ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. സെയിം മീഡിയത്തിലോട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം 113 പേജിൽ ഫിഗർ എ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനെ കാണിക്കുന്നു. ഫിഗർ ബി സേസ് ദാറ്റ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ ഈസ് 48.6. ഫിഗർ സിയും കാണിക്കുന്നത് എന്താണ്? 28 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ ഇൻസിഡൻറ്റ് റേ കൊടുത്തു. അപ്പം റിഫ്ലക്റ്റ് ചെയ്യുന്നു, താഴോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു, പിന്നെ മേലോട്ട് റിഫ്രാക്റ്റ് ചെയ്യുന്നു. ഏതാണ് കറക്റ്റ്? ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ആണ്. 42-ൽ നിന്ന് കുറവ് ആയിട്ടുള്ള ആംഗിൾ ടോട്ടലി ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കത്തില്ല, റിഫ്രാക്റ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. 42-ലേക്കാളും കൂടുതലായിട്ട് കൊടുത്താൽ മാത്രമേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ഫിഗർ ഇ കൊടുത്താൽ മാത്രമേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. Will total internal reflection takes place when light is passing through water which is incident on the surface of separation of with air at an angle of incidence of 45 degree. Why? ഇപ്പോൾ 45 ഡിഗ്രിയിൽ നമ്മൾ വാട്ടറിൻ്റെ ഇൻസിഡൻറ്റ് റേ 45 ഡിഗ്രിയിൽ വെച്ചാൽ, ഇത് 45 ഡിഗ്രിയിൽ വെച്ചാൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യോ റിഫ്രാക്റ്റ് ചെയ്യോ? ഇത് റിഫ്രാക്റ്റ് ചെയ്യും. കാരണം എന്താണ്? റിഫ്രാക്റ്റ് ചെയ്യും. കാരണം എന്താണ്? 45 ഡിഗ്രി ഈസ് ലെസ് ദാൻ 48.6 ഡിഗ്രി. അതുകൊണ്ട് റിഫ്രാക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. 48.6-നേക്കാളും കൂടിയൊരു വാല്യൂ വന്ന് ഇൻസിഡൻറ്റ് ചെയ്താൽ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്ത് പോകത്തുള്ളൂ. ഓക്കെ. നൗ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് മെയിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇൻ ദ റിയൽ ലൈഫ് വി യൂസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. വി മേക്ക് യൂസ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലൈറ്റ് വെച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് അല്ലേ. ഇതൊരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ
പാത്താന്ന് വിചാരിച്ചോ. ഒപ്റ്റിക്കൽ ഫൈബർ എങ്ങനെയാണ് നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്നത്? നമുക്ക് ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത് എപ്പോഴും, അല്ലേ? സോ വി വാണ്ട് ദ ലൈറ്റ് റേസ് ടു ബെൻഡ്. സോ വാട്ട് ഡു വി ഡു? ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകണമെന്ന് മാത്രമേ എന്ത് നിർബന്ധമുള്ളൂ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ നിർബന്ധമുള്ളൂ. അപ്പം ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് ലൈറ്റിനെ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കും. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ട് ഉള്ളൊരു ആംഗിളിൽ ലൈറ്റിനെ ഇൻസിഡൻറ്റ് ചെയ്താൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അത് റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും ഇങ്ങനെ പോകും കേട്ടോ. റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടെ എത്തും. അപ്പോൾ ഇവിടെ ലൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഇവിടെ എത്തും. എങ്ങനെ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴിയായിരിക്കും അത് സംഭവിക്കുന്നത്. അപ്പം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഈസ് മെയ്ഡ് യൂസ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. Through optical fibers, thousands of signals of different frequencies can be sent to distant places simultaneously. ഒരേ സമയത്ത് വളരെ ദൂരത്തിലുള്ള സ്ഥലത്തോട്ട് നമുക്ക് ലൈറ്റ് റേസിനെ ട്രാവൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരുപാട് സിഗ്നൽ ഫ്രീക്വൻസീസ്, ഈ ലൈറ്റ് റേസിന് ഒരു ഇൻഫോർമേഷൻ കാണും. ഓക്കെ, അപ്പം ഈ ഇൻഫോർമേഷൻ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തിലോട്ട് പോകാൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യാം. എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഇത്ര നമുക്ക് പഠിക്കാനുള്ളൂ. ഈ ടെലികമ്മ്യൂണിക്കേഷൻസിൻ്റെ ഫീൽഡിലാണ് ഇത് നമ്മൾ മാക്സിമം ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻസിൻ്റെ ഫീൽഡിലാണ്. ഓക്കെ, ഇത് ഏറ്റവും പുതിയ രീതിയാണ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ. ഇനി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പഠിക്കണം. എവിടെയാണ് റിയൽ ലൈഫ് ഒപ്റ്റിക്കൽ ഫൈബർ അല്ലാതെ നമ്മൾ എവിടെയൊക്കെ പഠിക്കും? ഇപ്പം നമ്മളൊരു പെരിസ്കോപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ സബ്മറൈൻസിലൊക്കെ ഉപയോഗിക്കുന്ന പെരിസ്കോപ്പ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് കടലാണ്, കടലിലൊരു ഷിപ്പുണ്ട്. അപ്പോൾ ഈ ഷിപ്പിലുള്ള സംഭവങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സബ്മറൈനിൽ ഇരിക്കുന്ന ഒരാളാണ്, കടലിൻ്റെ അടിയിലൊരു സബ്മറൈനുണ്ട്, ആ സബ്മറൈനിൽ ഇരിക്കുന്ന ആൾക്ക് പെരിസ്കോപ്പ് വഴി കാണാൻ പറ്റും. അപ്പം ലൈറ്റ് റേസ് ഇവിടെ നിന്നുള്ള ലൈറ്റ് റേസ് ഇവിടെ വന്ന് വളഞ്ഞ് ഇവിടെ എത്തണം. അതിനെന്ത് ചെയ്യാം? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ചെയ്യാം. എങ്ങനെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ചെയ്യുന്നതെന്ന് ഫിഗർ വരച്ച് നോക്കട്ടെ. ഈ ഒരു പൈപ്പ് നോക്കുക. ഇവിടെ ഒരു പ്രിസം വയ്ക്കും, ഇവിടെ ഒരു പ്രിസം വയ്ക്കും. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് വരുന്ന ലൈറ്റിനെ അവർ റിഫ്രാക്റ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് ഇവിടെ എത്തിക്കും. ഓക്കെ, ഇങ്ങനെ വരുന്ന റേസ് ഇവിടെ നിന്ന് ബെൻഡായി ഈ പ്രിസത്തിൽ നിന്നും റിഫ്രാക്റ്റ് ചെയ്ത് ബെൻഡായി ഇവിടെ നിൽക്കുന്ന ആൾക്ക് വ്യൂ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് പെരിസ്കോപ്പിൽ ഉപയോഗിക്കാൻ പറ്റും. എന്ത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, പിന്നെ നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്ന വേറൊരു സ്ഥലം ബൈനോക്കുലറിൽ നോക്കാം. ബൈനോക്കുലറിലൊന്നുമില്ല. ബൈനോക്കുലറിലാണെങ്കിൽ നമുക്ക് രണ്ട് ലെൻസ് ഉണ്ടല്ലേ, രണ്ട് ലെൻസ് ഉണ്ട്. ഇതിനകത്ത് ഓരോ ലെൻസിലും 45 ഡിഗ്രിയിലൊക്കെ നമ്മൾ രണ്ട് പ്രിസം വയ്ക്കും. ഓക്കെ, ഈ രണ്ട് പ്രിസം വെച്ചിട്ട് നമ്മൾ ലൈറ്റ് റേസ് ഇങ്ങനെ പാസ് ചെയ്ത് പ്രിസത്തിൽ കൂടെ ട്രാവൽ ചെയ്ത് ഒബ്ജക്റ്റിലെത്തും. പേഴ്സൻ്റെ ഐയിൽ നിന്ന് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ നിന്ന് പേഴ്സൻ്റെ ഐയിലോട്ട് എത്തുന്നത് പ്രിസത്തിൽ നിന്ന് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി നമ്മുടെ കണ്ണിലെത്തും. ഓക്കെ, അങ്ങനെയാണ് ബൈനോക്കുലേഴ്സിലൊക്കെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ റെയിൻബോസിലൊക്കെ റെയിൻ ഡ്രോപ്സിലൊക്കെ നമ്മൾ റെയിൻബോ കാണുന്നതും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കൊണ്ടാണ്. അത് ലൈറ്റ് റേസ്. പിന്നെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ വേറൊരു ആപ്ലിക്കേഷൻ അല്ല, ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡെസേർട്ടിലൊക്കെ പോയിട്ടുണ്ടോ നിങ്ങൾ? വെൻ യു ഗോ ടു ദ ഡെസേർട്ട് you can see that the weather is very hot. At that time at some distance you can see some water in the way. നമ്മളൊരു ഡെസേർട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഡെസേർട്ടിൽ നിൽക്കുമ്പം we can see that
സം വാട്ടർ ഈസ് പ്ലേസ്ഡ് ഹിയർ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു ഡിസ്റ്റൻസിൽ നിന്നാണ് കാണാൻ പറ്റുന്നത്. ഇതിനെ നമുക്ക് എന്താ വിളിക്കുന്നതെന്നറിയാവോ? മിറാഷ്. ഇതിനെയാണ് മിറാഷ് എന്ന് വിളിക്കുന്നത്. ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഇത് സത്യത്തിൽ വെള്ളമല്ല. ദിസ് ഈസ് നോട്ട് വാട്ടർ, ദിസ് ഈസ് ജസ്റ്റ് എ റിഫ്ലക്ഷൻ ഓഫ് സ്കൈ. സ്കൈ ഈസ് ബ്ലൂ ഇൻ കളർ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ പറയും ഇത് വാട്ടർ ആണെന്ന് പറയും. ബിക്കോസ് ഇത് റെയറർ മീഡിയമാണ്, ഹോട്ടല്ലേ, ഹോട്ട് എയർ ആണ് നമ്മുടെ ഭൂമിയുടെ അടുത്തുള്ള എയർ. മേളിലോട്ട് പോകുമ്പോൾ അത് കോൾഡ് എയർ ആവും. ഓക്കെ, അപ്പോൾ സ്കൈ ഉണ്ടല്ലോ, സ്കൈയിൽ നിന്ന് ഇങ്ങനെ റിഫ്രാക്റ്റ് ചെയ്ത് ലൈറ്റ് റേസ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വീണ്ടും ബെൻഡ് ചെയ്ത്, കണ്ടോ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് വരെയും ബെൻഡ് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് സ്കൈയുടെ റിഫ്ലക്ഷൻ ഇവിടെ കാണിക്കും, പക്ഷേ സത്യത്തിൽ എന്താണത്? അത് വാട്ടർ അല്ല, സ്കൈയുടെ റിഫ്ലക്ഷനാണ്. നമുക്ക് തോന്നുന്നത് എന്താണത്? വാട്ടറായിട്ടാണ് തോന്നുന്നത്. ദിസ് ഈസ് കോൾഡ് മിറാഷ്. ഇതും ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ മാജിക്കാണ്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഈസ് വാട്ട്? When light rays passes from a denser medium to a rarer medium and the angle of incidence is greater than the critical angle, then the light rays reflect to the same medium. So what are the examples? Total internal reflection is used in periscopes, in binoculars. We can see mirage because of total internal reflection. അല്ലേ? അതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. And also we can see the bottom of the fish tank above the surface of the fish tank. അല്ലേ? സർഫസിൽ നമുക്ക് ബോട്ടം ഓഫ് ദ ഫിഷ് ടാങ്കിൻ്റെ റിഫ്ലക്ഷൻ കാണാം. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ദെൻ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് യൂസേജ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഈസ് optical fiber. We can use in telecommunication. So in the next class we will discuss about lens. So I am bidding good.